ഓക്കെ. അതായത് നമ്മൾ ഇതിനകത്ത് നമ്മളിപ്പം ഓരോരുത്തരുടെ ഫിഗേഴ്സുകൾ ഞാൻ അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ കളറിങ് പഠിച്ചത്. കാരണം നമുക്ക് ഒരു 10 പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 ക്യാൻവാസ് പെയിൻറ്റിങ്ങാണ് ഈ ഒരു ബാച്ചസിൽ ചെയ്യുന്നത്. പിന്നീട് ആവശ്യമുള്ളവർക്ക് മാത്രം നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്സ് പഠിപ്പിക്കാമെന്നല്ലാതെ ഇതിൽ 2 ക്യാൻവാസ് പെയിൻറ്റിങ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു A2 സൈസ്, അടുത്തൊരു A2 സൈസ് തന്നെയാണ് നമ്മളടുത്ത് ചെയ്യുന്നത്. A2 സൈസിൻ്റെ ഒരു പെയിൻറ്റിങ്, അത് കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീരാളിപ്പട്ടൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം നമ്മൾ നാച്ചുറൽ കളേഴ്സിൽ 2 ചിത്രങ്ങൾ ചെയ്യുന്നത്, അത് ഒരെണ്ണം പക്ക ട്രഡീഷണൽ മ്യൂറൽ ശൈലിയിലുള്ളൊരു ചിത്രമാണ്. ധ്യാന ശ്ലോകം ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ആ ചിത്രങ്ങളിൽ നമ്മൾ തന്നെയാണ് അതിനകത്ത് വരയ്ക്കുന്നത്. ധ്യാന ശ്ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ വരയ്ക്കുന്ന ഒരു പിക്ചറാണ് നമ്മൾ നാച്ചുറൽ കളേഴ്സിൽ ചെയ്യുന്നത്. പിന്നീട് ക്രിയേറ്റീവായിട്ടുള്ള ഒരു പിക്ചറുമാണ് നാച്ചുറൽ കളേഴ്സിൽ ചെയ്യുന്നത്. ഇങ്ങനെ 4 പെയിൻറ്റിങ്സാണ് മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിതൊരു ചിത്രം നമുക്ക് ഭയങ്കര ഒരു ചിത്രം കിട്ടുക എന്നതിലുപരിയേക്കാളും നിങ്ങൾ കുറേ കോമ്പിനേഷൻ ഡിഫറൻ്റ് ആയിട്ട്, ഇപ്പോൾ ഏതൊരു ചിത്രവും എന്ത് കളറാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ഇന്ന് ഇപ്പോൾ നമ്മുടെ ഈ ബാച്ചിനകത്ത് എന്നോട് ഉറപ്പായിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്ന കൺഫർമേഷൻ പറഞ്ഞിരിക്കുന്നത് 11 പേരാണ്. ഇതിനകത്ത് നമുക്ക് മിക്കവാറും ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ഒരു 4 പേര് അല്ലെങ്കിൽ 5 പേര്, ഇന്ന് കുറച്ചുകൂടെ കൂടുതൽ പേരുണ്ട് കൺഫർമേഷൻ ഉള്ളത്. അപ്പം 11 ചിത്രങ്ങൾ നമുക്ക് 11 കളറിങ്ങുകളിൽ ചെയ്യാൻ പറ്റും. 11 പേരുടെയും ക്ലാസ് ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കളർ കോമ്പിനേഷൻസും കളർ സ്മഡ്ജിങ്ങും ഒരു ഐഡിയ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ 11 കളർ കോമ്പിനേഷൻസ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ വൈറ്റ്, വെള്ള എന്ന് പറയുന്ന ചുവർച്ചിത്രത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾക്ക് തന്നെ നമുക്ക് 6 ടൈപ്പ് ഓഫ് കളർ ഷെയ്ഡിങ് വരെ നമുക്ക് ചെയ്യാം. കൂടുതലും ചെയ്യാൻ പറ്റും, ഏതെങ്കിലും കോമൺ ആയിട്ട് 6 കളർ ഷെയ്ഡിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ യെല്ലോ എന്ന് പറയുന്നതിൽ തന്നെ നമുക്കൊരു 5-6 ടൈപ്പ് ഓഫ് യെല്ലോ കളർ ഫിഗേഴ്സിന് കൊടുക്കാൻ പറ്റും. ഗ്രീൻ എന്ന് പറയുന്നത് 6 അല്ല, ഒരു 10 ഷെയ്ഡിങ്ങെങ്കിലും നമുക്ക് കൊടുക്കാം. ലൈറ്റും ഡാർക്കും ഒക്കെ ബ്ലൂ കളറിന് ഗ്രീനും, അതുപോലെ ബ്ലൂവിനും ഒരു 5-6 ഷെയ്ഡിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ നിറങ്ങൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന മഞ്ഞ കളർ ഫിഗർ എന്ന് പറഞ്ഞാലും വളരെ കുറച്ച് ചേഞ്ചസ് ഉള്ള, ഞാൻ പിന്നെ പച്ചയെന്ന് അധികം ഇടാത്തതാണ്, കുറച്ച് ഷെയ്ഡിങ്സ് ഉള്ള ചിത്രങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഏത് കളറായിരിക്കും, എൻ്റെ ഉള്ള കളറാണോ, ഈ കളർ എങ്ങനെ മിക്സ് ചെയ്യും, നമുക്ക് ഡിമാൻഡ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു വർക്ക് ഓർഡർ തരുന്നവർ ഒരിക്കലും എന്താണ് ഒരു ക്രിയേറ്റീവ് പെയിൻറ്റിങ് അല്ല മ്യൂറലിൽ കൂടുതൽ വരുന്നത്. മ്യൂറലിൽ കൂടുതലും അവർ സെർച്ച് ചെയ്തിട്ട് ഒരു പിക്ചർ കണ്ടെത്തിയിട്ട് ആ പിക്ചർ നമുക്ക് റെഫറൻസ് ആയിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ കളറിങ് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു സാറ്റിസ്ഫൈ ഉണ്ടാകത്തില്ല. ഞാനൊരു അനന്തശയനം ചെയ്ത് വലിയൊരു ചിത്രമാണ്. അതിൻ്റെ ആ കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ആദ്യത്തെ കളറിങ്, എനിക്ക് ആ കളർ ഭയങ്കര ഇരുണ്ട നീലയായിട്ടാണ് തോന്നിയത്. അപ്പം ആ ഫിഗറിന് ഭയങ്കര പണ്ടത്തെ ഒരു ചിത്രമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ചിത്രം വലിയ ഭംഗിയും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള പതല്ലോ ബ്ലൂവിൻ്റെയൊക്കെ ഗ്രീനും ഒക്കെ ചേരുന്ന ബ്ലൂ വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തത്. പക്ഷെ പുള്ളിക്കാരനത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് ശരിക്കും ഒരു നാച്ചുറൽ കളർ ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസിൽ ചെയ്യുമ്പോൾ നമുക്ക് അതേ നീലം കിട്ടത്തില്ല. കുറേ കളർ മിക്സ് ചെയ്തിട്ടും എനിക്കങ്ങ് ഭയങ്കര കൺഫ്യൂഷൻ. കാരണം ഒന്ന് ചെയ്തു പോയി, ഇനി അതിൽ വൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി അങ്ങ് പോവും. ആ കസ്റ്റമർ ഉദ്ദേശിച്ച കളറിലോട്ട് എത്താനായിട്ട് സമയം ഒരുപാടെടുത്തു. ഇത്രയും കളർ കോമ്പിനേഷനും നമ്മൾ പെയിൻറ്റിങ്ങിനാണ് കൂടുതലും. ശരിക്കും മ്യൂറൽ ചിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കളർ കോമ്പിനേഷൻസും ഷെയ്ഡിങ്ങും സ്മഡ്ജിങ്ങും ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ ഒരു പാരമ്പര്യ ശൈലി പഠിക്കുന്നു എന്നല്ലാതെ ഇന്ന കളർ മിക്സ് ചെയ്താൽ ഇന്ന വേരിയേഷൻസ് ഉണ്ടാകുന്നതൊന്നും നമ്മൾ ചുവർച്ചിത്രത്തിൽ പഠിക്കുന്നില്ല. എവിടെയാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് BFA MFA ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ റിയാലിറ്റി ഉള്ള ഹ്യൂമൻ ഫിഗേഴ്സും റിയാലിറ്റിയൊക്കെ ചെയ്യുമ്പം നമ്മൾ ആ കളർ ഒബ്സർവ് ചെയ്ത് കളർ കോമ്പിനേഷൻസ് പഠിക്കുന്നത്. അപ്പം അത്രയും കളർ കോമ്പിനേഷൻ പഠിച്ച അറിവുള്ള എനിക്ക് പോലും ഒരു കസ്റ്റമർ തന്ന ചിത്രത്തിൻ്റെ ആ ഒരു പ്ലെയിൻ നീലയായിരുന്നു. ഞാൻ ഒത്തിരി ഷെയ്ഡുള്ളതല്ല, പക്ഷെ അതിലോട്ട് എത്താൻ പറ്റിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ജെനുവിൻ ആർട്ടിസ്റ്റായി, അല്ലെങ്കിൽ നമുക്കൊരു കസ്റ്റമർ തരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കളർ കോമ്പിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ. പിന്നെ ചുവർ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് കുറേയൊക്കെ ഫോട്ടോഗ്രാഫി ഇടും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന പെയിൻറ്റിങ് ചെയ്യുമ്പം എൻ്റെ ഉള്ള കളർഫുൾനെസ് അല്ല നമ്മുടെ ഫോട്ടോഗ്രാഫിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ അതേപോലെ നമുക്ക് കിട്ടണമെന്നുമില്ല, എങ്കിൽ പോലും നമുക്ക് മാക്സിമം ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ ഒരു ചിത്രങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ ക്യാൻവാസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീറ്റർ ക്യാൻവാസ്, അതായത് A1 സൈസ് വരെയാണ്. അത്രയും വരയ്ക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. എല്ലാവരുടെയും ചിത്രങ്ങൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് കേട്ടോ. നോക്കിയിട്ട് എല്ലാ ചിത്രങ്ങളും ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കാരണം കളർ വാഷിങ്ങിലും ടെക്സ്റ്റേഴ്സുകൾ എൻ്റെ ചിത്രം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പ് പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം എനിക്ക് മുഖത്തെ ഷെയ്ഡിങ്സുകളും ബോഡിയിലുള്ള ചെറിയ ഷെയ്ഡിങ്സുകളും കളർ കോമ്പിനേഷൻ ഡിഫറൻസ് കാണിക്കാൻ പറ്റും. അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ചിത്രങ്ങൾ ഞാൻ എൻ്റെ ക്യാൻവാസിലോട്ട് പകർത്തുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പം എല്ലാവരുടെയും ഫിഗറുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ഫിഗറിൻ്റെ ജസ്റ്റ് ഒരു മിനിറ്റ്, നമുക്കിനി ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ചിത്രം വരച്ചതാണ്, ഇങ്ങനെ ഒരു ഫിഗർ വെച്ചാൽ ഇത് ഇരിക്കുന്നൊരു സ്റ്റാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഈ സൈഡ് കുറച്ച് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, സൈഡ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കുറവാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടി, ഞാൻ ആദ്യം പ്ലെയിനായിട്ട് അല്ലെങ്കിൽ വളരെ ചെറിയൊരു ഡിസൈൻസിൽ ഒരു ചെറിയ മരത്തിൽ ഒതുക്കാമെന്നാണ് കരുതിയ ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഞാനിപ്പോൾ ഓരോരുത്തരുടെയും ചിത്രങ്ങൾ ഫോട്ടോസുകൾ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയതാണ്, നമ്മൾ ഈ ഒരു ഫിഗർ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മളൊരു മരം ചെയ്യണം. മരം എന്ന് പറഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മരങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ വരയ്ക്കേണ്ടത്. ഞാൻ ഇന്ന് ഇപ്പോൾ അതാണ്, നിങ്ങളൊരു പേപ്പറും പേരും എടുക്കുക. എന്നിട്ട് എനിക്ക് ഈ ആഴ്ച ഒരു ക്ലാസ് കൂടി ഞാൻ എടുക്കും, ഉറപ്പായിട്ട് എടുക്കും. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണ്ടത്, ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ ഈ സ്കെച്ചസ് ഗ്രൂപ്പിലിടണം. അത് മാം ഞാൻ ചെയ്തോളാം, ഞാൻ സമയം കിട്ടിയിട്ട് ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്ത കണ്ടിന്യൂസ് ക്ലാസ്സിൽ ഞാൻ അവരുടെ പിക്ചർ എൻ്റെ പടത്തിൽ ഒഴിവാക്കിയായിരിക്കും വരയ്ക്കുന്നത്. മനസ്സിലായോ? ഇതുവരെ ശരിക്കും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഇട്ട് വരച്ചത് 2 പേരാണ് നമ്മുടെ പിക്ചറിലായിട്ടുള്ളത്. ബാക്കിയുള്ളവർ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഒരു താല്പര്യക്കുറവുണ്ട്. എല്ലാവരും വരയ്ക്കുമോ എല്ലാവരും വരയ്ക്കാതിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കത് ഇനിയൊരു വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് തീർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇന്ന് വരയ്ക്കുന്ന കാര്യങ്ങളോട്, ഞാൻ മരമാണ് പഠിപ്പിക്കുന്നത്, ഓരോ കുറേ മരത്തിൻ്റെ ആദ്യം സ്ട്രക്ചർ പഠിപ്പിക്കുന്നുണ്ട്. സ്ട്രക്ചർ പഠിപ്പിച്ച് എല്ലാവരും ഒന്ന് നോട്ട്ബുക്കും പെൻസിലും കൂടെ എടുക്കുക. എന്നിട്ട് ഏത് ലീഫാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസാണ്, നിങ്ങളുടെ പിക്ചറിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം മരങ്ങൾക്ക് നമുക്ക് ഈ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് തന്നെ ഒരു ഗുണം എന്ന് വെച്ച് ഞാൻ നോക്കിയപ്പം ഇപ്പം ഗ്രീൻ പിക്ചർ ആരും എടുത്തില്ലെന്നോണ്. ഇപ്പോൾ യെല്ലോ കളറിന് സുനിത മാം ഒരു യെല്ലോ എടുത്ത്, അടുത്ത് ദീപ മാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ വേറൊരു യെല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യെല്ലോ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കളറിനെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ദീപ മാം ചെയ്ത യെല്ലോ എവിടെയെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നും. അത് ഞാൻ കളർ മിക്സ് ചെയ്യുമ്പോൾ ശരിയാവുമോ, ഞാൻ ക്ലാസ്സിൽ സെയിം എടുക്കുകയല്ലേ. അപ്പം നമുക്കത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരം പഠിപ്പിക്കുന്നത് കേട്ടോ. മരത്തിലെ ലീഫുകൾ നിങ്ങൾ ഈ ചെയ്യുന്ന ബാക്കി, നിങ്ങൾ 10 പേരിൽ ഒരാളാണെങ്കിൽ 9 പേര് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മരത്തിലെ ലീഫിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആ ഷെയ്ഡിങ്ങും ആ കോമ്പിനേഷനും അതേ കളറാവുന്നുണ്ടോ എന്ന് ചെയ്യാൻ പറ്റും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ ഒരു കോമ്പിനേഷൻ കൂടെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ചെയ്ത് നോക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് നോട്ട്സ് എഴുതി വെച്ച് മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും കളറുകൾ ശ്രദ്ധിച്ച് പറഞ്ഞു തരാനായിട്ട്, ഓർമ്മിച്ച് വയ്ക്കാനായിട്ട് പാടാണ്. അതേസമയം നമ്മുടെ ചിത്രത്തിൽ തന്നെ ആ കളറൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ, ആ കളർ കോമ്പിനേഷൻസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞേ? ഓക്കെ. അപ്പം നമ്മൾ ഇങ്ങനൊരു ഫിഗറാണ് വരയ്ക്കുന്നതെങ്കിൽ, ഇങ്ങനൊരു ഫിഗറാണ് നമ്മുടെ പേജിൽ നിറഞ്ഞു നിൽക്കണമെന്ന് വെച്ചോ. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ മരത്തിലാക്കുകയാണ്. അപ്പം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഡോട്ട്, നമ്മൾ താഴോട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഒരു വേവ്സ്, അതായത് തറയിൽ കൊടുക്കുന്ന ഒരു വേവ്സും, അപ്പോൾ അതിൽ വരുന്ന ഒരു ഷെയ്ഡ്സും ഡോട്ടും പഠിപ്പിക്കുന്നത് കേട്ടോ. താഴെ നമ്മളിങ്ങനെ ഒരു
വേവ്സ് പോലുള്ള ചെറിയൊരു സ്പേസുകൾ. ഇപ്പോൾ കാല് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലായിരിക്കും നമ്മൾ ചെറിയൊരു വേവ്സ് കൊടുക്കുക. നമുക്ക് മേഘമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ താഴെ ഒരു ചെറിയ വേവ്സിൻ്റെ ഡോട്ടും ലൈൻസും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മുകളിൽ ഫുള്ളായിട്ട് ഒരു മരത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലീഫുകളാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ ആണെങ്കിൽ നമുക്കതിനകത്ത് ഞാൻ മരം പ്രത്യേകം വരയ്ക്കാൻ പഠിപ്പിക്കാം. നിങ്ങൾ ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ബ്രാഞ്ചസുകളാണ് വരച്ചത് കേട്ടോ. ഈ മരം വരയ്ക്കാൻ ഞാൻ കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യമൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് വലിയ കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മരം ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. മരത്തിൻ്റെ ബ്രാഞ്ചാണ് വരച്ചത്, കൊമ്പുകളാണ് വരച്ചത്. അത് ആ പേജിനെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മളിപ്പം മരത്തിൻ്റെ സ്റ്റെമ്മാണ് പഠിക്കുന്നത്. മരത്തിൻ്റെ തടി കൂടെ കലർന്ന ഭാഗമാണ് നമ്മളിപ്പം പഠിക്കുന്നത് കേട്ടോ. മരവും മരത്തിൻ്റെ അശ്വതി മാം ഒരു നോട്ട്ബുക്കും പെൻസിലും കൂടെ എടുത്തോളൂ. നമ്മളിന്ന് ബാക്കി കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. നമ്മളിപ്പം മരത്തിൻ്റെ സ്റ്റെമ്മാണ് ആദ്യം എല്ലാവരും ഒന്ന് വരയ്ക്കാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതിൽ ബേസ് എന്ന് പറയുന്ന സ്ഥലം, ഇപ്പം എനിക്ക് തോന്നുന്നു പ്രഫയുടെയൊക്കെ ഒരു ചിത്രം ഒരു ചാരി നിൽക്കുന്ന ഒരു ഫിഗറാണ്. അവിടെ ഒരു മരം എന്തായാലും അത്യാവശ്യമാണ്. ആ ഒരു ചിത്രം ഒരു സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും അതിൻ്റെ ഒരു കാലിൻ്റെ ബാലൻസിങ്ങിന് അവിടെ ഒരു ബേസായിട്ടൊരു മരം ആവശ്യമാണ്. അതുപോലെ സുനിത മാമിൻ്റെ ആയാലും ആശിഷയുടെ ആയാലും ചിത്രത്തിന് ഇരിക്കുമ്പോഴും ഇരിക്കുന്ന ഒരു പൊസിഷൻ അനുസരിച്ചിട്ട് അവിടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഒരു മരം അവിടെയും ആവശ്യമാണ്. അങ്ങനെ എല്ലാവരുടെയും ചിത്രത്തിൽ, പിന്നെ ദീപ മാമിൻ്റെ ചിത്രം, അങ്ങനെ ഞാൻ ഓരോരുത്തരുടെ ചിത്രങ്ങളും ഒബ്സർവ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ചിത്രത്തിൽ കാണിക്കാൻ പറ്റില്ല. കാരണം ഫിഗർ കൊണ്ട് മറിയുന്നതോ അല്ലെങ്കിൽ ഫിഗറിൻ്റെ മെയിനായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് മരത്തിൻ്റെത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചു, അതിൻ്റെ ബാക്കിലുള്ള ജസ്റ്റ് ഒരു ബ്രാഞ്ചാണ് വരയ്ക്കുന്നത് കേട്ടോ. ബ്രാഞ്ച് പഠിച്ചിട്ട് അതിനകത്ത് 10-15 ടൈപ്പ് ഒരു 7-8 ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ലീഫുകളാണ് ഞാൻ വരച്ച് തരുന്നത് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ലീഫ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മരവും ഒരു ഡിഫറെൻ്റ് ആക്കാം, കോമൺ അല്ല, ഡിഫറെൻ്റ് ആക്കാം കേട്ടോ. നമ്മൾ മരമാണ് ഇപ്പം വരയ്ക്കാൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമലി മരം വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ട ഇപ്പം ഒരു ഞാൻ സ്ട്രെയിറ്റ് വരയോ അല്ലെങ്കിൽ ഒരു വര ഞാൻ കൊടുത്തു കേട്ടോ. നമ്മളെല്ലാവരും ഒന്ന് കൊടുത്തേ. രണ്ട് മൂന്ന് ടൈപ്പ് മരത്തിൻ്റെ ബ്രാഞ്ചസാണ് നമ്മളിപ്പം പഠിക്കുന്നത് കേട്ടോ. മ്യൂറലിലൊക്കെ നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ വരയ്ക്കുന്നത്. ഇനി ഇതിനകത്ത് 2 വരകൾ കേട്ടോ. പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് താഴെ എത്ര വണ്ണമുണ്ടോ അതിനേക്കാൾ ഒരിക്കലും മുകളിലോട്ട് വരുന്ന ബ്രാഞ്ചസുകളിൽ വണ്ണം കൂടരുത്. താഴ്ന്ന മുകളിലോട്ട് പോകുമ്പം വണ്ണം കുറഞ്ഞു വരണം, വിട്ട് കുറഞ്ഞു വരണം. അതാണ് മരത്തിൻ്റെ ബേസിനേക്കാളും ഒരിക്കലും മുകളിലോട്ട് പോകുമ്പോൾ വെയിറ്റ് കൂടരുത് കേട്ടോ. പക്ഷേ എന്നാൽ ചില സ്ഥലങ്ങളിൽ എവിടെ ഇപ്പം നോക്കിയേ, ഇവിടെ ബേസ് തുടങ്ങിയതിനേക്കാൾ ഇവിടെയാണ്. അത് നമ്മളെന്ത് ചെയ്യണം, കൃത്യമായ ബ്രാഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഈ ഒരു ഡിവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചുകൂടി വീതി കൂടും, കാരണം അതിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. പക്ഷേ അവിടെ നിന്ന് നമ്മളെന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ. അപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് വീതി കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഒത്തിരി അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാടാണ്. ഇങ്ങനെ 2 വര വരച്ചായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ഫ്രീ ഹാൻഡ് മതി. അപ്പം നിങ്ങൾക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ഇത് ഡ്രോയിങ് ഒന്ന് ക്ലിയർ ആക്കാനാണ് ഈ ആഴ്ച ഒരു ക്ലിയർ ആക്കാനുള്ള ടൈമാണ്. എങ്കിലേ നമുക്ക് കളറിങ് കോമ്പിനേഷൻസ് എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മരത്തിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇത് വരച്ചോ? വരച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു സ്പേസ് നോക്കണം. നമ്മുടെ പേജിൽ നമുക്ക് ഇത് ഫുള്ള് നമ്മൾ മരമാക്കുകയാണെങ്കിൽ എത്ര കൊമ്പുകൾ വരെ നമുക്ക് ആക്കാം.
നമ്മൾ ഈ മുകളിലാണ് സാധാരണ ബ്രാഞ്ചസ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമുക്ക് താഴോട്ട് പ്ലെയിൻ ആയിപ്പോവും. നമ്മുടെ ഫിഗർ വരുന്നത് നടുക്കാണ് വരുന്നത്. നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ കവർ ചെയ്യാൻ നമുക്ക് കൊമ്പുകൾ വേണം. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇവിടെ നിന്നേ കൊമ്പുകൾ ഈ കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നമുക്ക് വളച്ച് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കും. ഇപ്പം ഞാനിവിടെ ഒരു കൊമ്പ് വളച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് പതുക്കെ ഇങ്ങനെ കൂർപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് വളച്ച് കൂർപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് അടുത്ത ബ്രാഞ്ചിലോട്ട് തിരിയാൻ വേണ്ടി കേട്ടോ. ഇത് ചുവർ ചിത്രങ്ങളിലെ എല്ലാ മരങ്ങളിലും കൊടുക്കുന്ന ഒരു ശൈലിയാണ്. നമ്മുടെ സാധാരണ റിയലിസ്റ്റിക്കിൽ അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഡിവൈഡിങ് ഇല്ല. അതേസമയം ചുവർ ചിത്രങ്ങളിൽ ഈ ഒരു പാർട്ടിഷൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് കൊടുക്കണം, അത് നമുക്ക് പിന്നീട് കൊടുക്കാം. ഇനി അടുത്ത് നമുക്കിതിനെ ഇവിടുന്ന് എത്ര ഗ്യാപ്പ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ഈ കൊടുക്കുന്നത് കുറച്ച് വാല് പോലെ എൻഡിൽ നമുക്കൊരു വാല് പോലെയാണ് കേട്ടോ. ഇവിടെ ഒരു ബ്രാഞ്ചായി ഉണ്ടോ, മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഞാൻ അവിടെ കൊടുത്തു. ഇനി ഞാൻ ഈ ഒരു ബ്രാഞ്ചിന് മുകളിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ബ്രാഞ്ചിന് ഇങ്ങോട്ട് കൊടുത്ത് താഴ്ത്തി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ തന്നെ താഴോട്ടും കൊടുക്കാം കേട്ടോ. താഴോട്ടും കൊടുക്കുന്നുണ്ട്, നോക്കിയതിന് ശേഷം ഗ്യാപ്പിന്. രാജശ്രീ മാം, ഞാൻ കേറിയിട്ടുണ്ട്. എന്താ മാമ ഒരു റിപ്ലൈ ഒന്നും തന്നില്ല. എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നോ മാം? ഇട്ടിരുന്നു. എന്റെ ഫോൺ മാറ്റിയപ്പോ എന്റെ പിക്ചേഴ്സ് ഒക്കെ പോയി. ഞാൻ ഇവിടെ വന്നിട്ട് എടുക്കാന്നാ വിചാരിച്ചേ. എല്ലാ പിക്ചറും പോയി. ഞാനൊന്ന് സെർച്ച് ചെയ്യാം മാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്പർ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് രണ്ട് ഫോണിലാണ്, 2 വാട്സപ്പാണ്. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫോണ് വീട്ടിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് പോകുന്ന സമയത്ത്, ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത്. അപ്പം ഞാൻ ആ ഫോൺ മിക്കവാറും രാത്രി കിടക്കാൻ സമയത്തൊക്കെ ആയിരിക്കും ഒന്ന് ജസ്റ്റ് നോക്കുന്നത്. വാട്സപ്പ് കൂടുതൽ പേഴ്സണൽ നമ്പർ വരുന്ന അതാണ്. അതിനകത്ത് കൂടുതൽ എല്ലാവരും എനിക്ക് മെസ്സേജ് ഇടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി ഞാൻ നോക്കി കാണും, ഉറക്കത്തിൻ്റെ ഇതിലായിരിക്കും നോക്കിയത്. ഇന്നോ? അപ്പം ഞാനായിരിക്കുമല്ലോ ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ ആരെങ്കിലും ആയിരിക്കും ഓപ്പൺ ആക്കിയത് കേട്ടോ. ജസ്റ്റ് അവര് വാട്സപ്പ് അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചപ്പോഴേ എടുത്തപ്പോ മോളായിട്ട്. പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മറ്റേ ഡാൻസിങ് ലേഡീസ് ചെയ്യാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഡാൻസിങ് ഫിഗർ അല്ലേ? ഡാൻസിങ് നമ്മളൊരു 4 ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. 4 ക്ലാസ്സിന്റെ റെക്കോർഡ് ഞാൻ അയച്ചിട്ടുണ്ട് മാം. നോക്ക്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ മാം, ഞാൻ ഒന്നും കൂടി ചിലപ്പോ അയക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ എന്റെ ഫോൺ മാറ്റിയപ്പോ എല്ലാം പോയിട്ട്. മാം എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം മാം. ഇപ്പോഴേ നമ്മൾ ഈ ക്ലാസ് നാളെ പറയാം മാം. ഓക്കെ ഓക്കെ. ഈ ക്ലാസ്സസിന് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫിഗറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നൊരു മരത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് കേട്ടോ. മരം വരയ്ക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ റെക്കോർഡ് വീഡിയോ ഇട്ടേക്കാം കേട്ടോ. അപ്പം മരം എല്ലാവരുടെയും ഒന്ന് നോട്ട്ബുക്ക് എടുത്ത് മരം വരയ്ക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. കാരണം നമ്മൾ 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 കളർ കോമ്പിനേഷനാണ് പഠിക്കുന്നത്. അത് നമ്മളൂടെ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫറെൻ്റായിട്ട് മരത്തിൻ്റെ ലീഫിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. എങ്കിലേ നമ്മൾ എല്ലാ കളർ കോമ്പിനേഷനും പഠിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മരമാണ് വരയ്ക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലൊക്കെ പോകാം. ഓ മോളെ പറഞ്ഞോ. ഒരു പിക്ചർ സെൻഡ് ചെയ്താണ് ടീച്ചർ. അത് പ്രിന്റ് ചെയ്തു. പക്ഷെ ട്രേസ് ചെയ്യുന്ന റെഡ് അത് യെല്ലോ ആണ്. റെഡ് മോളെ, അത് ടീച്ചർ പ്രത്യേകം പറഞ്ഞു തരാം. മോളെ ഏതാണ് സെലക്ട് ചെയ്തതെന്ന് ടീച്ചറിൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ ഇടും കേട്ടോ. ടീച്ചർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിൽ വോയിസ് നോട്ടായിട്ട് ഇട്ട് തരാം കേട്ടോ.
നോറ? Okay, ma'am. ഓക്കെ. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നുമില്ല, നമുക്ക് ഗ്യാപ്പ് ഉള്ളതനുസരിച്ചിട്ട് ഞാൻ ഇതിനകത്ത് വരയ്ക്കുകയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. എവിടെയാണോ ഗ്യാപ്പ് വരുന്നത് ആ ഒരു രീതിയിൽ നമുക്കിതിനകത്ത് വരച്ചു കൊടുക്കാം. കാരണം ഇതിനകത്ത് നമ്മളിങ്ങനെ കുറേ ബ്രാഞ്ചസ് കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂറലിലെ ചിത്രങ്ങൾ കൂടുതലും ലീഫ് ബേസാണ് വരയ്ക്കുന്നത്. ഇപ്പോഴേ യാല് പോലുള്ള മരങ്ങൾ മാത്രമാണ് കൂട്ടത്തോടെ നിൽക്കുന്ന ലീഫ് കാണിക്കാറുള്ളത് കേട്ടോ. അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് അതിനകത്ത് വരുന്നത് ഇലകളിൽ ബേസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ കൊമ്പുകളുണ്ടെങ്കിലേ നമുക്ക് ഒരുപാട് ഇലകൾ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ ഇലകൾ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ഇതിനകത്തോട്ട് ബ്രാഞ്ചസ് ബേസ് ചെയ്താണ് ചെയ്യുന്നത്. പല തരത്തിൽ ഗ്യാപ്പ് എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ കൊമ്പുകൾ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്കിതിനകത്ത് മാക്സിമം ഒരു പേജിൻ്റെ മാക്സിമം ഇവിടെ വരുന്നതിനും അടുത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് മരങ്ങൾ വരയ്ക്കാം. സ്പേസ് അനുസരിച്ചിട്ട് ഫിഗർ എവിടെയാണോ വരുന്നത് ബാക്കിയല്ല. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗത്തിൻ്റെ എൻഡ് കൂർത്തിട്ടാണ് കൂടുതലും മ്യൂറൽ ചിത്രങ്ങൾ വരുന്നത്. പിന്നെ ഇത് ഈ വരുന്നത് അത് ഞാൻ പ്രത്യേകം ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടുതരാം. നിങ്ങൾക്ക് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു കൊമ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിത് ഇങ്ങനെ നമുക്കിങ്ങനെ വളച്ച് വരുമ്പോൾ ഇവിടത്തെക്കാളും കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞ് വേണം ഇതിലോട്ട് വന്ന് ജോയിൻ ചെയ്യാൻ. അതൊന്നത്. പിന്നെ നമ്മളിത് ഈ വരയ്ക്കുന്നതിൽ ഈ വരുന്നത് ഇത് മരക്കൊമ്പുകൾ ഡിവൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചൊരു നമ്മൾ ഈ വരയ്ക്കുമ്പോൾ അതിനകത്തൊരു ഭംഗി വേണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വരച്ചതിൻ്റെ പുറത്തൂടെ തന്നെ അടുത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക, അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ നിന്ന് വരുമ്പം ഇത് തിരിഞ്ഞ് വരണോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഓരോ ചിത്രങ്ങളിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൽ മാത്രമാണ് പലരും ഈ വളച്ച് വരയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് ഒരു വൃത്തിക്കുണ്ടാവത്തില്ല. എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ തന്നെ എങ്ങോട്ട് നമുക്ക് എനിക്ക് ആദ്യം വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്തെന്നായിരുന്നു, നമ്മൾ ഈ വേവ്സ് സ്കൈയൊക്കെ വരയ്ക്കൂലേ, സ്കൈയൊക്കെ വരയ്ക്കുമ്പോൾ വേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് പോകും. ഒരു ഓർഡറില്ലാതെ ഒരു ഋതമില്ലാതെ ചിത്രങ്ങൾ വരയ്ക്കും. അപ്പം അത് നമ്മൾ 1-2 ചിത്രങ്ങൾ നോക്കി അതിൻ്റെ ഒന്നും ഒബ്സർവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല സ്റ്റഡി ചെയ്യാനുള്ള രീതി. നമ്മളിപ്പോൾ പാട്ട് പാടുമ്പോഴായാലും ഒരേ സ്ഥലത്ത് ചിലപ്പോൾ നല്ല വോയിസൊക്കെ ആണെങ്കിലും ഒരേ താളത്തിനനുസരിച്ച് പാടിയില്ലെങ്കിൽ അതൊരു ഭംഗി പോലെ നമ്മുടെ ചിത്രങ്ങളിലും ഫ്ലോറൽസ് നമ്മൾ വരയ്ക്കുന്ന ഡയറക്ഷൻസ് ഒരേ റൂട്ടുകളിലോട്ട് അല്ലെങ്കിൽ അതിന് വരയ്ക്കുന്ന കേവ്സുകളുടെ ഒരു ഭംഗി മാത്രമാണ് ഈ ട്രീസിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. അതെ, നമ്മൾ വരയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇതിനകത്തൊരു ഓപ്പോസിറ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നൊരു മരം വരച്ചെന്ന് വെച്ചു, ആ ഇങ്ങനെ ഒരെണ്ണം വരച്ച് കഴിഞ്ഞാലും അതൊരു ഋതമിക്കായിട്ട് നമുക്ക് ആ വരയ്ക്കാൻ പറ്റുന്ന, അല്ലാതെ ഇവിടെ വളച്ച് വരച്ചിട്ട് ഇവിടെ സ്ട്രെയിറ്റ് വരച്ച് അതുകൊണ്ട് ഒരു മാച്ചിങ്ങും ഉണ്ടാവില്ല. നമ്മൾ ഒരു ബ്രാഞ്ച് കേർവ് ചെയ്ത് വരച്ചാൽ മിക്കവാറും എല്ലാം വരുന്ന ബ്രാഞ്ചിൽ ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ ഇവിടെ എല്ലാം ഞാൻ കേർവ് ചെയ്താണ് വരച്ചത്. പക്ഷേ ഇവിടെ ഒരെണ്ണം സ്ട്രെയിറ്റ് ആയിപ്പോയി. അത് പക്ഷേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കേർവ് ചെയ്ത് കൊടുത്തു. പക്ഷേ അത് ഈ ഒരു ബ്രാഞ്ചിൻ്റെ ഭംഗിയെ മാറ്റി. അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് മാറ്റിയത് കേട്ടോ. ഇവിടെ കുറച്ചൊക്കെ സ്ട്രെയിറ്റ് ആക്കാൻ ശ്രമിച്ചു. അപ്പം നമ്മൾ ചിലത് വരയ്ക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഒടിച്ചെടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അതങ്ങ് മാറിപ്പോയി.
അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതിൽ അങ്ങനെയുള്ള ചെറിയ റിതമിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊരു ഒബ്സർവ് ചെയ്ത് വരുമ്പോൾ മരങ്ങളിൽ ഞാൻ കിട്ടുന്നിടത്തോളം മരങ്ങളുടെ ചിത്രങ്ങൾ ഇട്ട് തരാം. അപ്പോൾ ഇതാണ് ഒരു മെയിനായിട്ട് നമ്മൾ ചുവർ ചിത്രങ്ങളിൽ യൂസ് ചെയ്യുന്ന മരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. നിങ്ങൾ തന്നെ വരയ്ക്കണം. ട്രേസ് ചെയ്ത് ചിത്രമാണെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്ന് ട്രേസ് അല്ലെങ്കിൽ ലൈറ്റായിട്ട് നിങ്ങൾ ഇപ്പോൾ ഫിഗർ മാത്രം വരച്ചത് അടുത്ത് എന്ത് ചെയ്യണമെന്നറിയാം. ഇപ്പോൾ എല്ലാവരും ട്രേസ് ചെയ്ത് കഴിഞ്ഞ് കാണും. അപ്പോൾ ആ പിക്ചർ മാത്രം ഒന്ന് വരച്ചൊട്ടിക്കുക. ആ പിക്ചർ നമ്മൾ വരച്ചത് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതേ ഷേപ്പിൽ മാത്രം പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് പിന്നെ ബാക്കി അങ്ങ് ട്രേസ് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്ത് എന്ത് വരത്തില്ല, ഈ മരത്തിൻ്റെ കൊമ്പൊട്ടത്തില്ല. ആദ്യം ആ ഭാഗം മാത്രം വെള്ള പേപ്പർ കൊണ്ടൊന്ന് നമ്മൾ വരച്ച ഡ്രോയിങ്ങിൽ മാത്രം കൊടുക്കുക. ബാക്കി ഭാഗത്ത് ട്രേസ് ചെയ്യുക. ആ ഭാഗത്ത് വൈറ്റ് കൊടുക്കുക. വെള്ള പേപ്പറാണ് വരുന്നതെങ്കിൽ വെള്ള പേപ്പറിൻ്റെ പുറത്തേ നമ്മൾ അഥവാ വര വന്നാലും വര കയറത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ മരമാണ് നമ്മൾ, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അതിനകത്ത് ലൈറ്റായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും വരയ്ക്കാം കേട്ടോ. അപ്പോൾ മരത്തിൻ്റെ ബ്രാഞ്ചുകൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഈ ഒരു ടൈപ്പ് മരം വരയ്ക്കാൻ പറ്റത്തില്ലേ, ബ്രാഞ്ചസ്. വരയ്ക്കാം. ഇനി നമ്മൾ വരയ്ക്കുന്നത് വളരെ മെലിഞ്ഞ മരങ്ങൾ കേട്ടോ. നമ്മളിപ്പം വരച്ചത് കുറച്ച് തടി വണ്ണമുള്ളതാണ്. ഇപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വളരെ മെലിഞ്ഞിട്ടുള്ള മരങ്ങളാണ് കേട്ടോ. മെലിഞ്ഞിട്ടുള്ള മരങ്ങളാണെങ്കിൽ അതിൻ്റെ കൊമ്പുകളെന്ന് പറയുന്നത് ഇവിടെ നീ വന്ന് ഇങ്ങനെ വരെയാണ് കേട്ടോ. അതിൻ്റെ കൊമ്പുകൾ എവിടെ നിന്നാണോ വരുന്ന അതേപോലെ തന്നെ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ രീതിയിലൊക്കെ വരുന്ന മരങ്ങളാണ്. ഇത് നല്ല രസമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ ചേർത്ത് വരച്ചിട്ടുണ്ട്. ഈ ചേർത്ത് വരച്ചതിന് പകരം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണമെങ്കിലും മരങ്ങളുടെ വരയ്ക്കാം. ഇതിലൊക്കെ വരയ്ക്കുന്ന ഇലകളാണ് അടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മരങ്ങളിലും ഇതും ഒരു മ്യൂറലിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു മരങ്ങളിലൊന്നാണ്. കൂടുതലും പൂക്കളും ഇലകളും ചെടികളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ഓഫ് ബ്രാഞ്ചസ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ രീതിയിലും വരയ്ക്കാം. മറ്റേത് നമ്മൾ ഒരു ആലുമരം പോലെയൊക്കെ വരയ്ക്കുന്ന തരത്തിൽ നമ്മൾ കൊടുക്കുന്ന മരമാണെങ്കിൽ ചുവർ ചിത്രങ്ങളിൽ നമുക്കല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്യാപ്പുകൾക്കനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈൽ ഓഫ് മരമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ബ്രാഞ്ചസിന് കൊടുത്ത സെയിം ഫോളോ അപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ലാസ്റ്റ് വരച്ച ബ്രാഞ്ചസിൽ ഗ്യാപ്പ് കൊടുത്തതുപോലെ നമുക്ക് ഗ്യാപ്പ് കൊടുത്ത് വരയ്ക്കാം. ഗ്യാപ്പ് കൊടുത്താൽ നമ്മളിപ്പോൾ ഇതിനകത്തൊക്കെ വരുന്ന ഇലകളെന്ന് പറയുന്നത്, ഞാനത് ആദ്യത്തെ മ്യൂറൽ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു. പക്ഷേ ഈ ബാച്ചിലുള്ള എല്ലാവരും ഇല്ലെന്ന് തോന്നുന്നു. മരം പഠിപ്പിച്ചപ്പം ഉണ്ടായിരുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ബാച്ചിൽ ആരൊക്കെ ഉണ്ട് മരം പഠിപ്പിച്ചപ്പം? നോറ ഇല്ലായിരുന്നു, ദീപ മാം ഉണ്ടായിരുന്നോ? ഇല്ല മാം, ഞാൻ ഇല്ലായിരുന്നു. ഞാനും ഇല്ല മാം. ആരിപ്പം പറഞ്ഞ ആരാണ്? രാജശ്രീ. രാജശ്രീ മാം പിന്നീടാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, ഞാൻ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ നമ്മൾ ഈ മരങ്ങളൊക്കെ പഠിപ്പിച്ച സമയത്ത് ഡിഫറെൻറ്റ്, ഇപ്പോൾ ഇതൊരു മരത്തിൻ്റെ ലീഫാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് സെപ്പറേറ്റ് നിന്നാൽ താഴെ വരെ കൊണ്ടുവരാൻ പറ്റും കണ്ടോ. ഈ ടൈപ്പ് ഓഫ് മ്യൂറൽ കാണാൻ നല്ല രസമുള്ള സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ള മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ മരങ്ങൾ നമ്മൾ വരയ്ക്കുന്ന അന്ന് ക്ലാസ്സുകളിൽ എടുത്തു, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ മരമൊക്കെ നമ്മൾ വരയ്ക്കുമ്പം ഇങ്ങനെ ഒരു ബ്രാഞ്ച് നമ്മൾ വരയ്ക്കുന്നുണ്ടോ. ഈ ബ്രാഞ്ചിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കൂട്ടി ഉണ്ടോ, ഡിസ്റ്റൻസ് കൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഡിസ്റ്റൻസ് കുറച്ച് നമ്മൾ പെൻസിൽ കൊണ്ടൊരു ലൈൻ വര ഇങ്ങനെ ഇടും. ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ വേണ്ട, ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതിൽ നമുക്ക് ഇതേപോലത്തെ ഇല വരയ്ക്കാം, അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു ഉണ്ട വരുന്ന ടൈപ്പ് ഇങ്ങനെയുള്ള മരം. ഇതൊക്കെ നമ്മൾ മ്യൂറലിൽ നോർമലി കാണുന്ന ലീഫുകളാണ്. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഇത് വരയ്ക്കാം കണ്ടോ. അപ്പം ഇവിടെയുള്ള ഇലകൾ വലുതായിട്ട് വരികയും ചെയ്യും. ഇനി മുകളിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യും, ഇലകൾ ഇവിടെ വന്നതുപോലെ ചെറുതായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഗ്യാപ്പായിട്ട് വരും. ഇപ്പോൾ ഇതിനകത്തൊക്കെ ആണെങ്കിൽ നമ്മളിത് ഇവിടെ നിന്നേ കൊടുക്കുള്ളൂ.
ഇവിടെ നിന്ന് ഔട്ടർ ലൈൻ കൊടുക്കുള്ളൂ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് കേട്ടോ. അങ്ങ് താഴോട്ട് ഇറക്കൂലെന്നേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ 2 സൈഡിലുള്ള ഇലകൾ മാത്രം കാണിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ എവിടെ നിന്നാണോ കണക്ട് ചെയ്യണം അവിടെ നിന്ന് നമ്മൾ അടുത്ത ലീഫുകൾ കണക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ഈ ടൈപ്പിലാണ്. ഇത് മനസ്സിലായോ എല്ലാവർക്കും ബ്രാഞ്ചസ് വരയ്ക്കുന്നൊരു രീതി? നമുക്കിങ്ങനെ ഓരോ ഒബ്ജക്ട്സുകളിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ആദ്യം വരച്ചതാണ് നമ്മൾ കോമൺലി ഏറ്റവും കൂടുതൽ ചുവർ ചിത്രങ്ങളിൽ കാണുന്ന ഒരു മ്യൂറലിൻ്റെ ശൈലി എന്ന് പറയുന്നത്, മരങ്ങളുടെ ഒരു ശൈലി എന്ന് പറയുന്നത്. പക്ഷേ കൂടുതലും നമുക്ക് വരയ്ക്കാനും കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് നമ്മുടെ ചിത്രങ്ങളിൽ ഭംഗിപ്പെടുത്താനും ഈ ടൈപ്പ് ഓഫ് ബ്രാഞ്ചസിൽ ചിത്രങ്ങൾ വരച്ച് കുറച്ചുകൂടെ അടുക്കി നമുക്ക് ലീഫുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. കളറിങ്ങും ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും, വരയ്ക്കാനും കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു രീതി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ഒരു പാറ്റേൺ, ഈ ഒരു പാറ്റേൺ കൂടെയാണ് നമ്മൾ ബ്രാഞ്ചസിൽ പഠിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഞാനിത് സ്ട്രെയിറ്റ് ആയിട്ട് 2 വര വരച്ചു കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് 2 വര വരച്ചു. ഈ വരച്ചതിന് ശേഷം ഇതിനകത്ത് തന്നെ നമ്മൾ ബ്രാഞ്ചസുകൾ കൊടുക്കുകയാണ് കേട്ടോ. ബ്രാഞ്ചസ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഈ 2 ചെയ്ത സാധനങ്ങളെ മിക്സ് ചെയ്തങ്ങ് എടുക്കുകയാണ്. മുകളിലോട്ട് വരുന്തോറും നമുക്ക് സ്പേസ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറുതാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈപ്പിൽ മരം കേട്ടോ. ഈ ടൈപ്പിൽ ഇതിന് അടുത്ത് ലീഫ് പഠിപ്പിക്കുമ്പോൾ ഇതിലൊക്കെ എങ്ങനെ ലീഫ് ക്രമീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 3 ടൈപ്പ് ഓഫ് ആണ് ഇപ്പം പഠിക്കുന്നത്. കൂടുതൽ വേണ്ട, നമുക്ക് എളുപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറേയൊക്കെ നമുക്ക് എന്താണ് നമ്മൾ കുറച്ചൊക്കെ ഒബ്സർവ് ചെയ്യുകയും നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചിത്രങ്ങൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ പുതിയ ശൈലി ഈ വരയ്ക്കുന്ന ഒരു ഫോളോ അപ്പ് തന്നെയാണ് പല ചിത്രങ്ങളിലും നമ്മൾ കാണുന്ന മരങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മരങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഇപ്പം നമുക്ക് ലീഫുകൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ശൈലികൾ പഠിക്കാം കേട്ടോ. അപ്പം ഈ ഓരോ ശൈലികളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത്. ഇതിലേതെങ്കിലും ഒന്നാണോ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് വരയ്ക്കേണ്ടത്? നിങ്ങൾ വരയ്ക്കേണ്ട ഇതിൽ ഏതെങ്കിലും ആണ്. അതിൽ നിങ്ങൾ ഫിഗറിന്റെ സൈഡിലായിട്ട് മെയിൻ ഇത് വരും. അത് ഞാൻ ഓരോരുത്തരുടെയും പറഞ്ഞു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓരോരുത്തരുടെ ചിത്രങ്ങൾ നോക്കുമ്പോൾ എവിടെ നിന്ന് ഏത് ടൈപ്പ് ഓഫ് മരമായിരിക്കും ബെസ്റ്റ് എന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ, അപ്പം ഇത് ഇങ്ങനെയുള്ള 3 ടൈപ്പ് ഓഫ് മരങ്ങളാണ്. ഇത് നമ്മൾ മെയിനായിട്ട് നമുക്കൊരു കളറിങ്ങിൻ്റെ കോമ്പിനേഷൻസ് പല കളറുകൾ നമ്മൾ മരം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഞാൻ നോക്കിയപ്പം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഒരാളൊരു കളറിങ് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേ കളറിങ് നമുക്ക് പഠിപ്പിച്ചെടുക്കാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ. അപ്പം അതുകൂടെ ഉൾപ്പെടുത്തണമെന്ന് വെച്ചാണ് ഒരു മരം ഉൾപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മരത്തിൻ്റെ ഭംഗിയല്ല മെയിനായിട്ട് നോക്കേണ്ടത്, മാക്സിമം വലുതായിട്ട് ലീഫുകൾ വരത്തക്ക വിധത്തിൽ ചൂസ് ചെയ്യുക, മാക്സിമം വലിപ്പത്തിൽ ഇലകൾ. അതുകൊണ്ട് ഞാൻ ആൽമരം ഒഴിവാക്കി. ആൽമരമാണെങ്കിൽ നമുക്ക് ഗ്രീനിൻ്റെ കോമ്പിനേഷൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ആൽമരത്തിൽ പല ബ്രൗണിൻ്റെ കോമ്പിനേഷൻ പഠിക്കാൻ പറ്റും കേട്ടോ, യെല്ലോയുടെ കോമ്പിനേഷൻ. പക്ഷേ ഏതെങ്കിലും ഒരു കളറായിരിക്കും ഒരു ആൽമരത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പല പല കളർ ഇലകൾ കൊടുക്കുന്നത് അതിനൊരു ഭംഗി തോന്നത്തില്ല, അതൊരു മ്യൂറൽ ശൈലി തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചിത്രത്തിൽ ആൽമരത്തിൻ്റെ ശൈലി, ആൽമരം വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതുപോലുള്ള ബ്രാഞ്ചസൊക്കെ വരെയാണെങ്കിൽ നമ്മൾ ആൽമരം വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കുറേ വട്ടം കൊടുക്കും കേട്ടോ. ആദ്യം പെൻസിൽ കൊണ്ടാണ് ഇതുപോലുള്ള വട്ടം കൊടുക്കുന്നത്. ആൽമരം വരയ്ക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യും, കുറച്ചിങ്ങനെ വട്ടം കൊടുക്കും കേട്ടോ. ആൽമരം അറിയാമല്ലോ എല്ലാവർക്കും, മിക്കറിയുന്ന പച്ച കളറിൽ നിറഞ്ഞു നിൽക്കുന്ന മരം. ഇതാണ് ആൽമരത്തിൻ്റെ ഒരു ഔട്ടർ, അതായത് ഒരു മരം. ജസ്റ്റ് ഒന്ന് വരച്ചു തരാവേ.
ഞാൻ തലകുത്തനെയാണ് വരച്ച്, ഇപ്പോൾ സൈഡിലോട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പല തരത്തിലാണ് ക്യാമറ വച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് എൻ്റെ ഡ്രോയിങ്ങുകളുടെ ഇതുമൊക്കെ മാറും. ഓക്കെ, ഇങ്ങനെ ഒരു ഞാൻ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്നതിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ആൽമരത്തിന് എത്ര സ്പേസ് വരെ നമ്മൾ ആൽമരം എടുക്കുമെന്ന് ഇങ്ങനെ ഒന്ന് പെൻസിലുണ്ട് മാർക്ക് ചെയ്യും. ഞാനൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് കേട്ടോ. എത്ര സ്പേസ് ഇത് നമ്മൾ കാണും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പെൻസിലുകൊണ്ട് നമ്മൾ ഇത്രയും സ്പേസ് എടുക്കുമെങ്കിൽ അത്രയും സ്പേസിനനുസരിച്ചിട്ട് ഇതുപോലുള്ള വട്ടങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കും കേട്ടോ. ഇനി ഞാൻ ഇത്രയും സാധാരണ ഡ്രോയിങ്സിൽ ലൈറ്റായിട്ടൊന്ന് പെൻസിൽ കൊണ്ട് റൗണ്ട് ചെയ്യും, ആൽമരം വരയ്ക്കും. പിന്നീട് ഒന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കളർ പെൻസിൽ കൊണ്ട് വരയ്ക്കത്തില്ല, റെഡ് കൊണ്ടും വരയ്ക്കത്തില്ല. ബാക്കിയെല്ലാം കളർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കളറിൽ ഇപ്പം ഇവിടെ നിന്നൊരു യെല്ലോ കൊടുക്കും, അടുത്തൊരു ലൈറ്റ് ഗ്രീൻ കൊടുക്കും, അടുത്തൊരു ഡാർക്ക് ഗ്രീൻ ചുറ്റും കൊടുക്കും. അങ്ങനെയാണ് ലയിപ്പിക്കുന്നത്. അത് ഞാൻ ഏതെങ്കിലും ഒരു പടത്തിൽ കാണിച്ചു തരാം കേട്ടോ. ലയിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് ബ്ലാക്ക് കൊണ്ട് മാത്രമാണ് അകത്തത് വരയ്ക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇത്രയാണ് ആൽമരത്തിൽ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം കളേഴ്സുകൾ കോമ്പിനേഷൻ 2-3 കളേഴ്സുകൾ കൊടുക്കും കേട്ടോ. ഒറ്റ കളറിൽ കൊടുക്കത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇരുണ്ട് പോവും. സാധാരണ നമ്മൾ ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ അകത്ത് ഡാർക്കും ഔട്ടറിലോട്ട് വരുന്നതോറും ലൈറ്റാണ് റിയലിസ്റ്റിക്കലി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മ്യൂറലിൽ ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ഔട്ടർ കുറച്ചുകൂടെ ഡാർക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അകത്ത് ലൈറ്റും ഔട്ടറിലോട്ട് ഡാർക്കുമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ യെല്ലോ കൊടുക്കുമെങ്കിൽ നടുക്കൊരു ലൈറ്റ് ഗ്രീൻ കൊടുക്കും, അങ്ങേയറ്റത്തൊരു ഡാർക്ക് സാപ്പ് ഗ്രീൻ കൊടുക്കും. അങ്ങനെ ഒരു ഡാർക്ക് 3 കളർ കോമ്പിനേഷനിലാണ് കളർ കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം പൂതണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് കൊടുക്കും. ഇതിന് ചുറ്റും 4 ചിലപ്പം 5 പെറ്റൽസ് വരെയുള്ള പെറ്റൽസ് വരയ്ക്കും നടുക്ക് സെൻട്രലായിട്ട്. പിന്നെ ഇതിൽ നിന്നാണ് നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് ആൽമരത്തിൽ കണ്ടോ. ഈ ഗ്യാപ്പ് പിന്നെ അടുത്ത് ഈ ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഈ റൗണ്ട്. മറ്റേത് ലൈറ്റായിട്ടാണ് പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ കളർ കൊണ്ട് നമ്മളിടുന്നത്. ബാക്കി ഇങ്ങനെ വരയ്ക്കുന്ന വരകളെല്ലാം എന്തുകൊണ്ടാണ് വരയ്ക്കുന്നത്, ലാസ്റ്റത്തെ ബ്ലാക്ക് എടുത്ത് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു റെഡ് കൊണ്ടോ ഒന്നും നമ്മൾ ആൽമരത്തിൽ ഔട്ട്ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സ്കില്ല് നമുക്ക് നേടിക്കഴിഞ്ഞാൽ ഈ ലീഫ് നമുക്ക് വരയ്ക്കാനുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ഇതേ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരുന്ന ഗ്യാപ്പാണെങ്കിൽ നമ്മളൊരു ഡാർക്ക് ഗ്രീനിൻ്റെ കളറും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിത് ഈ ഒരു കളർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആൽമരം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കളർ കോമ്പിനേഷൻ. കാണുമ്പോൾ ഒരുപാട് ഒരു വലിയ ചിത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മരമാണ് ആൽമരം എന്നുള്ളത്. അതെങ്ങനെയാണ് തടി വരയ്ക്കുന്നതെന്നും അതിൻ്റെ ഒരു കളർ ഷെയ്ഡ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കൊരു ചിത്രത്തിൽ ആൽമരം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഈ ഒരു ചിത്രത്തിൽ ആൽമരം ഇൻക്ലൂഡ് ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷനെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. മറ്റേത് നമ്മൾ പല തരത്തിലുള്ള ലീഫുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലീഫുകൾ പല കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10 പേര് 10 പെയിൻറ്റിങ്സ് 10 ഫിഗർ ചെയ്യുന്നുണ്ട്. 10 ഫിഗറിൻ്റെയും കളർ ഓഫ് ലീഫ് നമുക്കിതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ആ കളർ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ലീഫുകളാണ് ഇനി പഠിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു പിക്ചറിൽ നിങ്ങളുടെ ആരുടെയും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആരും ആൽമരം വരയ്ക്കേണ്ട, നിങ്ങൾ വരയ്ക്കേണ്ട ലീഫുകളാണ്. ഇനി ലീഫാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. പലതരത്തിലുള്ള ലീഫുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതൊരു ബ്രാഞ്ചാണ് കേട്ടോ. ഈ ബ്രാഞ്ചിൽ നമ്മൾ നോർമൽ എപ്പോഴും കാണുന്ന ഒരു ഇതെന്ന് പറയുന്ന ഒരു ലീഫാണ് നമ്മളിങ്ങനെ കൊടുക്കുന്ന ഈ ഒരു സാധാരണ ഇല. ഇത് പണ്ട് മുതലേ ഞാനൊക്കെ മിക്കവാറും ഒരുപാട് ചിത്രങ്ങളിൽ ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ഒരു ചിത്രങ്ങളിലെല്ലാം വരച്ചിരുന്നത് ഈ ടൈപ്പ് ഓഫ് ഇലകളാണ് കേട്ടോ. ഇവിടെ ഒരു വാല് കൊടുത്തിട്ട് ഈ ടൈപ്പ് ഓഫ് ഇലകളാണ്. ഇത് നല്ല രസമാണ്. നമ്മൾ ഓരോ ഇലകൾക്കും ഓരോ കളറാണ് പൊതുവെ കൊടുക്കാറുള്ളത്. ഇപ്പം 3-4 കളറൊക്കെ കൊടുക്കുള്ളൂ. നമുക്കിതിനകത്ത് പല കളേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് അടുപ്പിച്ചെന്നല്ല, 2 കളർ യെല്ലോ കൊടുക്കുകയാണെങ്കിൽ അടുത്ത് 2 ഗ്രീൻ കൊടുക്കാം, അടുത്ത് 2 വേറൊരു യെല്ലോ കൊടുക്കാം, അടുത്ത് 2 വൈറ്റ് കൊടുക്കാം, അടുത്ത് ബ്ലൂ കൊടുക്കാം. അപ്പം പല കോമ്പിനേഷൻസ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഡിഫറെൻറ്റ് തീരെ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഈ ടൈപ്പ് ഇല നിങ്ങൾക്ക് ഏതിലെങ്കിലുമൊക്കെ അത് സെലക്ട് ചെയ്തെടുക്കാം. മാറി മാറി എല്ലാവരും ഇലകൾ വരയ്ക്കാനും
ചെയ്യാനും ഒക്കെ ഉള്ള, ഇത് നോർമലി നമ്മൾ മ്യൂറലിൽ യൂസ് ചെയ്ത് വരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലീഫാണ് കേട്ടോ. ഇത് നമ്മൾ വലിയ ബ്രാഞ്ചൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്ന ബ്രാഞ്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തോട്ടൊക്കെ ഈ ഒരു വൈറ്റ് ഇങ്ങനെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചസുകളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വൈറ്റ് ഇലകൾ ഇങ്ങോട്ടൊക്കെ ഇടും കേട്ടോ. ഈ ബ്രാഞ്ചസിലോട്ടൊക്കെ കയറി നിൽക്കുന്നതായിട്ടൊക്കെ ഒന്ന് കാണിക്കും. ഈ രീതിയിലുള്ള ഈ ഒരു ലീഫ് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുമല്ലോ. അത് നമുക്ക് ഇതേപോലെ ഫോളോ അപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം വരുന്ന വലുതായിട്ടും ദൂരോട്ട് വരും തോറും ചെറുതായിട്ടും വരുന്നത് നോർമലി യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ഇതേ രീതിയിൽ വരുന്നൊരു ബ്രാഞ്ചസിൽ തന്നെ ചെയ്യാവുന്ന ഒരു ലീഫാണ് മാങ്ങാപ്പിഞ്ചി. ഇത് നമ്മൾ അകത്തൂടെ ഒരു സാധനം കൊടുത്തിടുക, അത് കൊടുത്തില്ലെങ്കിൽ പോലും ഇത് നമ്മൾ ഓർണമെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ഡിസൈനാണ്. ഇങ്ങനെ വന്ന് ജസ്റ്റ് ഒരു ചെറിയ സീ പോലെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ പഴയ കാലത്തിൽ ചെയ്യപ്പോഴും ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊന്നും ഇത്രയും മെനക്കെടുത്തില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഷേപ്പ് വരാൻ പാടായതുകൊണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഒരു ചെറിയ സീ പോലെ വന്ന് ഒരു ചെറിയ കുഞ്ഞ്, എന്നിട്ട് ഒറ്റ സ്ട്രക്ചറിൽ ഇങ്ങനെ വരും കണ്ടോ. ഇത് നമ്മൾ ചെറുതാക്കി കൊണ്ടുപോകണം. ഇതിനകത്ത് നമ്മൾ ഒരു ഡാർക്കിൽ, ഇപ്പോൾ ലൈറ്റായിട്ടൊരു ബ്ലൂ ആണ് ഇവിടെ വാഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഡാർക്ക് ടോൺ കൊടുക്കും. അപ്പോൾ അതിലെ കാണാൻ ഭയങ്കര രസമാണ്. ആ രീതി പല കളറുകൾ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഒന്ന് വരച്ച് ഒരേ ഫോമിൽ എല്ലാ സ്ഥലത്തും വരാൻ ഇച്ചിരി ഒരിതുണ്ട്. പക്ഷെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഡിസൈനാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ. കളറൊക്കെ ചെയ്ത് വരുമ്പം ഭയങ്കര രസമായിട്ട് തോന്നുന്നൊരു ഡിസൈനാണ്. ഈ തരത്തിൽ വരുന്ന ഒരു ലീഫ് കേട്ടോ. ഇത് നോർമലി ഏറ്റവും ഈസി ആയിട്ടുള്ള ലീഫാണ്. ഇതൊരു മാങ്ങാപ്പിഞ്ചിൻ്റെയൊക്കെ പോലെ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് നമ്മൾ വളരെ ഫെമിലിയറായിട്ട് പഴയകാല ചിത്രങ്ങളിൽ ചെയ്യുന്നു. ഇതിനോട് ചേർത്ത് പക്ഷേ ഇപ്പോഴത്തെ പല ചിത്രങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു ഡിസൈനാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരുന്നത് ഇത് ഈ ഒരു ചിത്രത്തെ ഇത് ഒരേ സൈഡിലോട്ടൊക്കെ വരാൻ പാടായതുകൊണ്ടായിരിക്കും ഈ രീതിയിൽ ഇത് കണ്ടത്. ഇത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചെയ്യാറില്ല. ഇത് രണ്ടുമാണ് കൂടുതൽ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇത് ഞാൻ ഇപ്പം മിക്കവാറും ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു പാറ്റേണാണ് കേട്ടോ. ഇതും നമ്മൾ ഒന്നിച്ചൊരേ ഫോളോ അപ്പിൽ ചെയ്ത് വരുമ്പോൾ കാണാൻ രസമുള്ള ഒരു ടൈപ്പ് ഇലയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസൈനിൽ കുറച്ച് ഒരേ സൈഡിലോട്ടൊക്കെ വരാൻ പാടായതുകൊണ്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ്. 3 ടൈപ്പ് ഓഫ് ഇലകളാണ് ഈ ഒരു സ്റ്റൈലിൽ വരുന്നത് കേട്ടോ. ഇനി നോർമലി നമ്മൾ ചെയ്യുന്ന ഇലകൾ പോലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കൊമ്പുകളൊക്കെ ഏകദേശം എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ലീഫ് പോലെ അകത്തോട്ട് കുറച്ച് വലുതായിട്ട് നിറച്ച് വരയ്ക്കാവുന്നൊരു ഡിസൈനാണ്. നോർമലി നമ്മുടെ ചെയ്യുന്ന ഒരിതാണ് കേട്ടോ. ഓക്കെ, ഈ ലീഫ് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റാവുന്ന ലീഫാണ്. ഇത് നല്ല രസമാണ് ഇത് ചെയ്യുന്നത്. ഈ ഇലയെ തന്നെ നമ്മളിത് ഇപ്പോൾ ഈ കൊടുത്ത ഇലയെ തന്നെ നമ്മൾ ഈ റോസിൻ്റെയൊക്കെ ലീഫ് വരയ്ക്കുന്നത് പോലെ
ഇലകളിലൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോഴും പല ആർട്ടിസ്റ്റുകളും ചെയ്യുന്നതാണ്. ഇതുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുത്ത് അടുത്ത് ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊടുത്തു. ഇപ്പോൾ ഇത് ഈ ഒരു ഔട്ടർ വേണ്ട എന്ന് കൊടുക്കുകയാണ്. ഇതാ ഇത് നമ്മൾ റോസാപ്പൂവിൻ്റെയൊക്കെ ഇല വരയ്ക്കില്ലേ, ആ ഇല പോലെയാണ്. അതായത് നമ്മൾ കുറച്ച് പാടാണെങ്കിലും നമ്മളൊന്ന് പാടായിട്ട് വരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഭംഗിയോടുകൂടി ഈ ടൈപ്പ് ഓഫ് ഇലകൾ കേട്ടോ, ഈ ടൈപ്പിൽ വരുന്ന ഇലകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഇല എടുക്കാം, അല്ലെങ്കിൽ ഈ ടൈപ്പ് എടുക്കാം. ഞാൻ എല്ലാത്തിൻ്റെയും ഒന്ന് ഫോട്ടോസ് ഇടാം, നിങ്ങൾക്ക് ഏതാണോ മരത്തിൽ വരയ്ക്കാൻ പറ്റുന്നത്. ഇത് കുറച്ച് വലുതായിട്ടുള്ള ഇലകൾ ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു വരും, ഇവിടെ ഒരു ഉണ്ട വരും. എന്നിട്ട് നമ്മളിത് ഈ താമരപ്പൂവിൻ്റെ ഇല പോലെ വരുന്നത്. ഇതും നല്ല രസമാണ് കളർ ചെയ്ത് വരുമ്പോൾ. ഇങ്ങനെ ചെറുതായിട്ട് വരും, ഇവിടെ നിന്ന് വരും. ഇതാണ് ഈ ഒരു റൗണ്ട് ഷേപ്പ്. ഇങ്ങനെ വരും, ഇവിടെ ഒരു ഉണ്ട. എന്നിട്ട് ഇങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് ഇലകളും ചുവർച്ചിത്രങ്ങളിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ കൂടുതലും വെള്ളത്തിനകത്തൊക്കെ ഉള്ള ചെടികളിൽ ഉൾപ്പെടുത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇലയാണ്. നല്ല രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ടൈപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ടൈപ്പിലുള്ള ഇലകൾ ചെയ്യാം. പിന്നെ ഞാൻ 1-2 നമ്മുടെ ചുവർച്ചിത്രങ്ങളിലുള്ളത് തന്നെ സെർച്ച് ചെയ്തിടാനായിട്ട് നോക്കാം. അപ്പം ഈ കുറച്ച് ടൈപ്പ് ഓഫ് ഇത് ഞാൻ ഫോട്ടോസ് ഇട്ടേക്കാം. അപ്പോൾ ഈ കുറച്ച് ടൈപ്പ് ഓഫ് ചെടികളാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. ഇലകൾ വരയ്ക്കുന്ന ഇലകളായിട്ട് തന്നെ ചെയ്യണം. ഇലകളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിനും കളർ കോമ്പിനേഷൻസും കളർ ഷെയ്ഡിങ്സും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ഫിഗർ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗ്രീനാണ് കൊടുക്കണമെങ്കിൽ ഒട്ടും കൺഫ്യൂഷൻ ഇല്ല. അത് ഏതൊക്കെ കളേഴ്സുകൾ മിക്സ് ചെയ്തെന്നും ഏതൊക്കെ കളേഴ്സാണ് ചെയ്തതെന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ. കാരണം നമ്മൾ ഒരു ലീഫല്ല ചെയ്യുന്നത്, ഒരു കളറിൽ തന്നെ ഒരു 5 ലീഫെങ്കിലും ഏറ്റവും ചുരുങ്ങി നമ്മളതിനകത്ത് ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും നന്നായിട്ട് ആ കളറിൻ്റെ കോമ്പിനേഷൻ പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അതാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു ഫിഗറിൽ ആ ചിത്രത്തിന് എങ്ങനെ ചേരുന്നു എന്നല്ല, കുറച്ച് കളർ കോമ്പിനേഷൻസാണ് ഈ ഒരു ചുവർച്ചിത്രം കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഞാൻ ഓരോരുത്തരുടെയും പിക്ചേഴ്സുകളാണ് ഒന്ന് സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം പേര് കയറിയെന്ന് തോന്നുന്നു. ഞാൻ എവിടെ നിന്ന് തുടങ്ങാം എന്നുള്ളതാണ് കേട്ടോ. പ്രഫയുണ്ടോ? പ്രഫയുടെ ഓ മോളെ പറയാം നോറ. മോളെ ഒരു വേറെ ക്ലാസ് ഉണ്ട്, ലീവ് ചെയ്യാമോ? ഓക്കെ, നീ ഇടാം. നോറ എനിക്ക് ഏത് പിക്ചറാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്തതെന്നുള്ളത് ടീച്ചറിനൊന്ന് പ്രിൻ്റ് എടുത്തതെന്നുള്ള ടീച്ചറിന് ഇട്ടേക്കണേ. ഓക്കെ മാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഫിഗർ സെൻറ്ററിലാണ് വരുന്നല്ലേ? പ്രഫയുടെ വരുന്നത് സെൻറ്ററിലല്ലേ? അപ്പോൾ പ്രഫയുടേത് ഞാൻ അതിൻ്റെ ഒരു ലീഫ് കാണിച്ചു തരാം കേട്ടോ. അത് ജസ്റ്റ് ഒരു നമുക്ക് കുറച്ചൊരു ചെറിയൊരു ഇത് ശരിക്കും പനയക്ഷിയുടെ ഒരു രൂപമാണ് കേട്ടോ. പനയക്ഷി എന്ന് പറയുന്ന വളരെ ഫെമിലിയറായ പഴയ കാലത്ത് ചെയ്തിരുന്നൊരു ചിത്രത്തിൻ്റെ ഇതാണ് കേട്ടോ. അതിന് നമുക്ക് കുറച്ചിങ്ങനെ നീളത്തിനുള്ള, ഇത് നമുക്ക് ഒരുപാട് തരത്തിൽ വരയ്ക്കാം. കുറച്ചിങ്ങനെ നീളത്തിനുള്ള ഒരു ടൈപ്പ് ഓഫ് ഇല ഒന്നേ കൂർപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. അതാണ് എൻ്റെ ഭംഗി ആ മരത്തിൻ്റെ. ഇതിൽ നമ്മളിത് ഇങ്ങനെ വരുമ്പോൾ ഈ നടുക്കൊരു പുകം പോലെ കൊടുത്തിട്ട് വന്നില്ലേ പ്രഭ, ആ മരമാണ് നല്ലത്. ലാസ്റ്റ് പഠിപ്പിച്ച മരമില്ലേ, ആ മരം പോലെ വന്ന് ഇങ്ങനെ ഒരു കൊമ്പ്. അപ്പം ഇവിടെ നിന്ന് ഈ ബ്രാഞ്ച് സൈഡിലോട്ട് വരുന്നേ. അതെ, അതായത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ദൂരം ലീഫ് കൊടുക്കണ്ട, കുറച്ച് ഭാഗം ഇങ്ങനെ കുഴച്ചതിന് ശേഷം പിന്നീട് അങ്ങ് ലീഫ് കൊടുക്കുക. ചെറുതായി പോകും കേട്ടോ. ഈ ഇവിടെ ഇപ്പം ഫിഗർ നിൽക്കുകയാണ്, അതിൻ്റെ സൈഡിൽ നിന്ന് വരും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫിഗർ തുടങ്ങിക്കഴിഞ്ഞാലും ഫിഗറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വരും കേട്ടോ.
ഫിഗറിൻ്റെ ഒരു കൈയുടെ മുകളിൽ തൊട്ട് മരത്തിൻ്റെ കാണിച്ചാൽ മതി. മാം പിന്നെ എന്റെ ആണെങ്കിലേ മാം മേളിലോട്ടും താഴോട്ടും സ്ഥലമില്ല, ഫുള്ളായിട്ട് വലിയൊരു ഫിഗർ ആയിട്ടായിരിക്കും. മുകളിൽ വേണ്ട, അതായത് മുകളിൽ ഇപ്പം ജസ്റ്റ് ഇപ്പം ഇവിടെ വരുന്നതിൻ്റെ ഒരു ഇതായിട്ട് കാണാം. ബാക്കി നമുക്ക് ഈ ഒരു സൈഡ് വരില്ലേ, ഈ ഒരു സൈഡും വരത്തില്ലേ പ്രഭ? ആ ഒരു സൈഡിലാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു മരത്തിൻ്റെ സെൻറ്റർ ഇവരുടെ സെൻറ്ററിലല്ല വരുന്നത്, ഇവർ നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് മരത്തിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കാണിക്കുക. അത് ആ പടി കാണണം, മനസ്സിലായി? അവർ ജസ്റ്റ് നിൽക്കുന്ന പൊസിഷൻ തൊട്ടേ കാണണം. കാണിച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കാണിക്കുകയും ഇവിടെ വരുമ്പോൾ ചെറിയ ഇലകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇലയുടെ എൻഡ് മാത്രം, കാരണം ഫിഗർ പകുതി കൂടുതൽ കവർ ചെയ്യല്ലേ ആ രീതിയിൽ. എനിക്കിത് ഡ്രോയിങ്സ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഇട്ട് തരാം കേട്ടോ, നോക്കി പേഴ്സണലി കോണ്ടാക്ട് ചെയ്താൽ മതി. ആശിഷ ആശിഷ ആദ്യം പഠിപ്പിച്ചില്ലേ മരം മോളെ? ഈ മരത്തിൽ ഈ ഭാഗം വേണ്ട, ഇതിൻ്റെ കൊമ്പുകൾ മാത്രം, അത് ഇങ്ങനെ വരുന്ന കൊമ്പുകളുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ബ്രാഞ്ചസ്, അത് ഈ രണ്ട് സൈഡിലോട്ട് ഈ മുടി തൊട്ട് അങ്ങോട്ടങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഹെയർ എവിടെ നിന്നോ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് തൊട്ട് താഴോട്ട്, ഇരിക്കുന്നതിന് താഴോട്ട് മരത്തിൻ്റെ കൊമ്പുകളൊന്നും കാണിക്കണ്ട. അപ്പം ഇങ്ങനെയുള്ള വാലുകൾ മാത്രമേ അവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ, കുറച്ച് സ്ഥലമേ വരുന്നുള്ളൂ. മനസ്സിലായോ ആശിഷയ്ക്ക്? ലീഫ് ഒന്നും രണ്ട് അതിനകത്ത് വരുന്ന ഇതുപോലത്തെ ലീഫ് കൊടുക്കുക, ഇങ്ങനെ അടുക്കി കൊടുക്കുന്ന ഈ ഒരു ലീഫ് ടീച്ചർ ഫോട്ടോ ഇട്ടേക്കാം, നമുക്ക് സെലക്ട് ഇതെല്ലാം ഒന്ന് ഇട്ടേക്കാം കേട്ടോ. ഇതുപോലത്തെ ലീഫ് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഇതുപോലത്തെ ലീഫ് കൊടുക്കുക, ഈ അടുക്കി വന്നിട്ട് ചെറിയൊരു ഇത് വരുന്നത് കേട്ടോ. ശരി. സുനിത മാമിന് വേണ്ട നമ്മൾ ആ മയിലിൻ്റെ പൊസിഷൻ കാണിച്ചിരിക്കുന്നില്ല, കാല് വന്നിട്ട് വരുന്നതിൻ്റെ അവിടുന്ന് ഇങ്ങനത്തെ ഒരു മരം, കാലിൻ്റെ ഇപ്പർ സൈഡ് കുറച്ച് സ്ഥലമേ കാണത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ റൈറ്റിലോട്ടുള്ള അതെ വലത് കൈയുടെ താഴോട്ട് കിടക്കുന്ന കൈയില്ലേ മാം, ആ കൈയുടെ അവിടെ കാല് താഴെ വരെ വന്നിട്ടുണ്ടല്ലോ, മയില് നിന്ന പൊസിഷൻ ഇല്ലേ, മയില് നിന്ന പൊസിഷൻ്റെ അവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം. ഇതുപോലെ കൊടുത്തിട്ട് കൊടുക്കാം. പിന്നെ ഈ ഹെയറിൻ്റെ അവിടെ നിന്ന് കുറച്ച് കൊമ്പുകൾ മാത്രം, അതായത് ഈ വലത് കൈ ഈ സൈഡിൽ വലുതായിട്ടൊന്നും വരത്തില്ല, ഈ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ചെടിയോ എന്തെങ്കിലും ഒരു കാലെടുത്ത് വേണമെങ്കിൽ കാണിക്കാം കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കവർ ചെയ്തുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുക. ഈ ഒരു ലീഫ് തന്നെയായിരിക്കും നല്ലത്, ഈ ലീഫ് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആ മരത്തിന് കൂടുതൽ യോജിക്കുന്നതാണ്. ദീപ മാം, അതിനകത്ത് ദീപ മാം ഉണ്ടല്ലോ, വളരെ കുറച്ച് സ്പേസേ വരാൻ സാധ്യതയുള്ളൂ. മറ്റേ കൈ വച്ചിരിക്കുന്ന അവിടെ നിന്ന് ഒരു ചെറിയൊരു സ്പേസ് അല്ലേ മാം? വേണ്ട, ഈ 3 ലീഫുകളിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യും. ഈ ഏതെങ്കിലും ലീഫുകൾ ചെറിയ ചെറിയ കൊമ്പുകൾ മാത്രം അത് കാണിച്ചതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന, അതായത് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന താഴോട്ട് വേണ്ട, താഴോട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു കൊച്ചു ചെടിയാക്കി കാണിക്കാം. ഈ താഴെ വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, കാല് വരുന്നതിൻ്റെ അപ്പുറത്ത് ആ സാരിയുടെ ഒരു ഇതിട്ടിട്ടുണ്ട് അല്ലേ, അത് കിടപ്പുള്ളതുകൊണ്ട് വലുതായിട്ട് വേണ്ട, അവിടെ വലുതായിട്ട് വേണമെന്നില്ല. ഇപ്പുറത്ത് എവിടെയെങ്കിലും വേണമെങ്കിൽ ചെറിയ ചെടി പോലെ ഇത് കാണിക്കാം. എന്നിട്ട് നമ്മളിത് ഇതുപോലത്തെ കൊമ്പുകൾ, ഇതുപോലത്തെ വളഞ്ഞ കൊമ്പുകൾ ബാക്കി സ്പേസിൽ കാണിച്ചതിന് ശേഷം ഇതുപോലത്തെ ഇതിലേതെങ്കിലും ഒരു ഇല സെലക്ട് ചെയ്ത് മാമിന് വരയ്ക്കാം. വരച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പിക്ചർ ഇട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ടാകത്തുള്ളൂ. ഷിജിന് ഷിജിനയുടേത് കുറച്ച് സ്പേസ് വരും, അതായത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ താഴെ എന്നല്ല, ഈ മറ്റേ
തലയുടെ രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് വരും അല്ലേ? ആ മോളിന്ന് താഴോട്ട് അല്ലേ അവിടെ കുറച്ച് സ്പേസ് വരത്തില്ലേ? ആ വരും. ഈ മോളിന്ന് താഴോട്ട് വരും. ഈ കോർണർ അതെ അതെ. പിന്നെ ഇരിക്കുന്ന സൈഡിലും വരും തോന്നുന്നു. ഇരിക്കുന്ന സൈഡിലും വരും. അതില് ക്യാൻവാസിൽ എനിക്ക് തോന്നിയ ഇരിക്കുന്ന രണ്ട് സൈഡും ഏകദേശം കുറച്ചുകൂടെ സെൻട്രലായിട്ടല്ലേ വരുന്നത് പിക്ചർ? കുറച്ചുകൂടെ ഇരിക്കുന്ന സൈഡിൽ കുറവായിരിക്കും. കൊടുക്കാൻ പറ്റുണ്ടാവും. താഴെ കുട്ട വന്നിട്ട് വരുന്ന ആ ഭാഗത്ത് നമ്മൾ വേവ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മണ്ണിന്റെ വേവ്സ് ആ കൊടുക്കുന്നത്. വെള്ളമല്ല, നമ്മൾ മണ്ണ് തന്നെയാണ് ചെയ്യുന്നത്, ലാൻഡിന്റെ. അതൊരു ഷേപ്പ്. അതുകൊണ്ട് അത് വേണ്ട. നമ്മൾ ആ ഒരു ഇരിക്കുന്ന ഹിബിന്റെ ആ ഒരു ഭാഗം, കൈ ജോയിൻ വരുന്നില്ലേ, അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് ഇതുണ്ട് ഇതുപോലത്തെ ഇല, ഇതിലേതെങ്കിലും ഒരു ഇല സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലത്തെ കൊമ്പുകളും ഇതുപോലത്തെ ഇലയും സെലക്ട് ചെയ്താൽ മതി. രണ്ട് സൈഡിലായിട്ട് കൊടുക്കാൻ പറ്റും. മുകളിലാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ കൊമ്പുകൾ കൊടുക്കാം. ഇതുപോലത്തെ കൊമ്പുകൾ കൊടുക്കാം കേട്ടോ. ചെറിയ കൊമ്പുകൾ മാത്രം. അതായത് ആ ഒരു ഫിഗറിന്റെ തലയുടെ അവിടെ, ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു കൊമ്പ് അങ്ങോട്ട് പോകാം. എന്നിട്ട് ഇലകൾ സിമ്പിളാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിലേതെങ്കിലും ഇവിടെ കാണിച്ച ഇലകളിലെ ഇതൊക്കെ സിമ്പിൾ ഇലകളാണ് ഇത് രണ്ടും. കാരണം നമ്മൾ അതിനകത്ത് പൂവൊക്കെ കുറച്ച് വരുന്നുണ്ടേ. പിന്നെ ഈ ഒരാളുള്ള രാജശ്രീ മാമിന്റെ പിക്ചർ സെലക്ട് ചെയ്ത് ഇട്ടായിരുന്നു മാം. പ്രസീതാണ്. പ്രസീത മാമ ഇതുപോലത്തെ ഒരു മരത്തിന്റെ തടി വരയ്ക്കണം. എന്നിട്ട് ഈ വരുന്ന ഭാഗത്തിന് പകരം എനിക്ക് തോന്നുന്നു റൗണ്ട് ഇല നല്ല രസമാണ്. അതായത് ഈ വരുന്ന നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തില്ലേ റൗണ്ട് ഇല, അത് ചെറുതും വലുതുമായിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ചെറുത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ അടിയിൽ കുറച്ചുകൂടെ വലുതാക്കി ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതായത് ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെ. അടുത്ത് നമുക്ക് വരുന്നത് ഇവിടെ വരുന്നത് കുറച്ചിങ്ങനെ വലുതാക്കി കൊടുക്കാം. ഇത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരുമ്പം നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ വരച്ച് അല്ലെങ്കിൽ ചെറുത് മാത്രമായിട്ട് കവർ ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇതുപോലൊരു മരം ഇരിക്കുന്ന കൈയുടെ പൊസിഷൻ തൊട്ട് നമുക്ക് ഈ മുട്ടിന്റെ പൊസിഷൻ തൊട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൊമ്പുകൾ കൊടുത്ത് ഈ ഒരു ഇലയ്ക്ക് പകരമാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് വരത്തൊക്കെ വിധത്തിൽ വരും കേട്ടോ. ചെറുതും വലുതും കളർ ചെയ്യുമ്പോൾ പല പല കളേഴ്സുകളിൽ നല്ല രസമായിട്ട് അത് കൊടുക്കാൻ പറ്റും. രാജശ്രീ മാം ഏത് പിക്ചർ നമ്മൾ ആ തിരിഞ്ഞിരിക്കുന്ന ആ ഒരു ഫിഗർ തന്നെയാണോ മാം സെലക്ട് ചെയ്തേ? ഇല്ലേ രാജശ്രീ മാം ഇല്ലേ? വേറെ ആരാ ഉള്ളത് ഇന്ന് ക്ലാസ്സിൽ? ലിബിഷ ഉണ്ടോ? ലിബിഷ അതിൽ ഇന്നലെ ഇട്ട ഏത് പിക്ചറാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് എനിക്കൊന്ന് ഇടുമോ മോളെ? ടീച്ചർ ഇന്ന് രാവിലെ ആയിട്ട് ഇട്ടിരുന്നു പിക്ചർ. രാജശ്രീ മാം ഈ പിക്ചർ ഓക്കെ അത് ഇടും മോളെ. ഇപ്പം പറയാം. രാജശ്രീ മാം ഈ പിക്ചർ അല്ലേ സെലക്ട് ചെയ്തത്? ഉണ്ടോ രാജശ്രീ മാം? ഞാനിപ്പോൾ വോയിസ് ഇട്ടേക്കാം. ഉറയ്ക്കും പോലെ. വേറെ ആരാ ഉള്ളത്? പിള്ളേരൊക്കെ പറഞ്ഞു തോന്നുന്നു.
ബാക്കി ഏകദേശം പേരായിട്ടുണ്ട്. എല്ലാത്തരുടെയും ഞാൻ നോക്കിയിട്ടിടാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പിക്ചർ ഇടുക, റെഡ് ഔട്ട്ലൈൻ വരയ്ക്കുക. റെഡ് മാത്രമാണ് നമ്മൾ ചെയ്തത്. ഹെയറിൽ വളരെ ലൈറ്റായിട്ട് വേണം കളർ. നമ്മൾ അതിനകത്ത് മ്യൂറൽ റെഡാണ് യൂസ് ചെയ്തത്. മ്യൂറൽ റെഡ് 1:1 എന്നുള്ളത്, 1 ഡ്രോപ്പ് ബേൺസീനെയും 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡുമാണ് മിക്സ് ചെയ്തത് കേട്ടോ. എന്നിട്ട് 2 ഡ്രോപ്പ് കളർന്ന് 6 ഡ്രോപ്പ് വരെ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. 3 ഇരട്ടി വെള്ളം കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ ഒരു വളരെ ലൈറ്റായിട്ടൊരു ഔട്ട്ലൈനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഹെയറിൽ വാഷ് ചെയ്തിരിക്കുന്നത് സെയിം കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഹെയറിൽ വാഷ് ചെയ്തിരിക്കുന്നത് സെയിം കളേഴ്സ് തന്നെയാണ്. അപ്പോൾ അത്രയും സ്റ്റെപ്സ് നമ്മൾ ചെയ്തിട്ട് വേണം. ഞാൻ ഇന്ന് ക്യാൻവാസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, ക്യാൻവാസ് എൻ്റെ കയ്യിൽ ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഒരു A2 സൈസിലെടുത്തപ്പോൾ എനിക്ക് ഇത്രയും ഫിഗറുകൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഫേസ് എങ്കിലും ചെയ്യുമ്പം കാണിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് ഓരോരുത്തരുടെയും ഫിഗേഴ്സുകളൊന്നും ചെയ്യാമെന്ന് വെച്ചത്. നിങ്ങൾക്ക് പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് പിക്ചറായിട്ടും അത് എടുക്കാൻ പറ്റുമല്ലോ. എൻ്റെ പിക്ചർ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വെച്ചിട്ടാണ്. അതിലോട്ട് ഞാൻ മിക്കവാറും എല്ലാവരുടെയും പിക്ചർ ഈ ആഴ്ച കൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത ശനി ഞായറുമായിട്ട് ക്ലാസ്സുകൾ എടുക്കാം കേട്ടോ. കുറച്ചുകൂടെ സമയം എടുത്തുകൊണ്ട് തന്നെ എടുക്കും. ഞാൻ ടൈം നോക്കിയിട്ടല്ല എടുക്കുന്നത്, നിങ്ങൾ പഠിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് റെസ്പോൺസ് പലരുടെയും കുറവായതുകൊണ്ടാണ്. കുറേ നാൾ പ്രസീത മാം ഇല്ലായിരുന്നു ആണല്ലേ മാം? ഇല്ലായിരുന്നു, ഞാൻ കുറച്ച് മക്കളുടെ വെക്കേഷൻ അല്ലേ, ട്രിപ്പിലൊക്കെ പോയി. ഓക്കെ ഓക്കെ. ഒരു റിപ്ലൈയും കണ്ടില്ല. അപ്പം ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ വെച്ചില്ല. പിന്നെ വേറെ ആരാ, രാജശ്രീ മാം ഇതുപോലെ തിരക്കായിപ്പോയി. കവിത മാമും ഇൻഫെക്ഷൻ ആയിപ്പോയിട്ട് പിന്നെ കയറിയില്ലെന്ന് തോന്നുന്നു. ഇനി കവിത മാമുടെ നമ്മുടെ ഈ ബാച്ചസിലുള്ള ബാക്കിയുള്ള ഏകദേശം പേരിനകത്ത് ആയിട്ടുണ്ട്, ക്ലാസ്സുകളിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് വെക്കാം. മരവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് മാമിന് പോസ്റ്റ് കാണിച്ചു. ആ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് വരച്ചിട്ട്, അല്ലെങ്കിൽ പ്രിന്റ് എടുത്തില്ലേ, പ്രിന്റ് എടുത്തതിലങ്ങ് വരയ്ക്കുക. പ്രിന്റ് എടുത്തതിൽ ഒരു ഐഡിയ ഇട്ടങ്ങ് വരയ്ക്കും. വരച്ചതിന് ശേഷം എനിക്കൊന്ന് ഫോട്ടോ എടുക്കുക കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ടെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റും. ശരി, അതൊന്ന് ചെയ്തിട്ട് മാമിന് ഇട്ടേക്കും. പിന്നെ എന്തുവാണ്, നമ്മൾ കളറിങ്ങിന് ഞാൻ മെറ്റീരിയൽസ് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെന്ന് നോക്കുക. അതിനകത്ത് ഞാൻ പതല്ലോ ബ്ലൂ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മാം? എപ്പോഴും മെറ്റീരിയൽ ലിസ്റ്റ് ആദ്യം ഇട്ടതല്ലേ? ഉണ്ട്. പിന്നെ ആരും ഗ്രീൻ കളർ സെലക്ട് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് ഗ്രീൻ കളർ പഠിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഇനി സെലക്ട് ചെയ്യാനുള്ളവർ നോറയ്ക്കൊക്കെ കൊടുക്കാം. ലിബിഷ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ കളർ എന്നുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന ടോണുണ്ടോ? ഗേൾസ് പാർവതിക്ക് അങ്ങനെ എന്തൊക്കെയുണ്ടോ? അല്ല, നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രീൻ അങ്ങനെയല്ല നോക്കും. നമ്മൾ ഗ്രീൻ കോമ്പിനേഷൻ പഠിക്കാൻ വേണ്ടിയാണ് മാം. നമുക്ക് ശിവന് അങ്ങനെയല്ല, പൊതുവെ അങ്ങനെ കൊടുക്കുന്നതുണ്ടോന്ന് ചോദിച്ചതാ. രഥോ വർണ്ണം അങ്ങനെ ഉണ്ട്. ഗ്രീൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ദൈവീകത തോന്നിക്കുന്ന നിറങ്ങളിൽ കൊടുക്കുന്ന ഒരു നിറമാണ്. അപ്പം സ്ത്രീകൾക്ക് പൊതുവെ വിശുദ്ധി അങ്ങനെയുള്ളതിൽ കൃഷ്ണൻ്റെയും പച്ചയും നീലയും വർണ്ണമാണ്. ഇപ്പോഴാണ് നീല വർണ്ണമൊക്കെ ഡയറക്റ്റ്. പഴയ കാലത്ത് നമ്മുടെ ധ്യാന ശ്ലോകം അനുസരിച്ച് പച്ച കൊടുക്കുന്നത് ശിവനും കൃഷ്ണനും മാത്രമേ കൊടുക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ, രജോ ഗുണങ്ങളിൽ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ ഗ്രീൻ കൊടുക്കൂലായിരുന്നു. പിന്നെ ദുഷ്ട കഥാപാത്രങ്ങളിൽ ഗ്രീനിൽ ബ്രൗണൂടെയൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു കളർ കൊടുക്കുമായിരുന്നു. നെഗറ്റീവ് നമ്മുടെ എന്താണ് ഹംസൻ്റെ ആ ഒരു കഥാപാത്രമൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ഗ്രീനിഷാണ് കൊടുത്തത്. പക്ഷെ അത് ഒരു ഇരുണ്ട ഗ്രീനാണ് കൊടുത്തിരുന്നത് കേട്ടോ. പക്ഷെ നമ്മളിപ്പം റെഫറൻസ് നമ്മൾ ഏതെങ്കിലും ബുക്കിലൊക്കെ നോക്കുമ്പോ, ഇങ്ങനെ പെയിന്റിങ്ങിന്റെ ബുക്കിലൊക്കെ കാണുമ്പോ ഈ പാർവതി ചമയൊക്കെ കൊടുക്കുമ്പോ അധിക പാർവതികളും ഈ ഗ്രീനൊക്കെയാണ്. അത് മഞ്ഞയിൽ നിന്ന് കൺവേർട്ട് ചെയ്താണ്. പഴയ കാലത്തെ പാർവതി സമയം മഞ്ഞ തന്നെയായിരുന്നു. പുണ്ടരീകപുരം ടെമ്പിളുകളിലും ഏറ്റുമാനൂർ ടെമ്പിളിലും ഒക്കെ ഉണ്ട് പാർവതി സമയത്തിൻ്റെ ചിത്രങ്ങൾ. അതെല്ലാം മഞ്ഞ മാത്രമായിരുന്നു. പിന്നീട് ആർട്ടിസ്റ്റുകൾ ചേഞ്ചസ് വരുത്തിയാണ് പച്ചയിലോട്ട് വന്നത് കേട്ടോ. പച്ചവർണ്ണങ്ങൾ വളരെ കുറച്ച് ഇപ്പം കഴിയട്ടോ. വളരെ മോൾക്ക് വയ്യാതായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഭയങ്കര വോമിറ്റിങ്ങും സുഖമില്ലാതെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു.
ഓക്കെ, ഞാൻ ക്ലാസ്സിൽ കുറേ ഇങ്ങനെ പെൻഡിങ് ആയതുകൊണ്ട് ഓക്കെ. അപ്പം നമുക്ക് ബാക്കി കളേഴ്സുകളുടെ, അപ്പോൾ ആരെങ്കിലും ഗ്രീൻ സെലക്ട് ചെയ്യുക. ഗ്രീനിൻ്റെയും ഒരു ബ്ലൂവിൻ്റെയും ഒരു ഷെയ്ഡൂടെ വന്നാൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. ആശിഷയും എനിക്ക് തോന്നുന്നു വേറെ ആരൊക്കെയോ വൈറ്റാണ്, ഒരാളുടെ നമുക്ക് മാറ്റാം, ആശിഷയുടെ മാറ്റാം കേട്ടോ. ഞാനത് നോക്കിയിട്ട് പറയാം. ഓക്കെ, ബൈ ബൈ. മാം നമ്മളത് കളറിന്റെ പറയുമ്പോ നമ്മളെ കൃഷ്ണന് തന്നെ പലതരത്തിലുള്ള ബ്ലൂ യൂസ് ചെയ്യുന്നില്ലേ, അതിനെപ്പറ്റി ഒന്ന് മാം ഒന്ന് പറഞ്ഞു തരണേ. നോക്കാം. നമ്മൾ നാച്ചുറൽ കളേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കൃഷ്ണൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പല നിറങ്ങളുടെ വ്യത്യാസങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ ഓക്കെ. കട്ട് ചെയ്തോട്ടെ. എന്ത് പിള്ളേരെണീക്കാത്തത്?